أولم يكفهم أنا أنزلنا عليك الكتاب يتلى عليهم അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ഈ ദീനിനെ കുറിച്ച് സംശയത്തിലാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഈ ഖുർആനിൽ ഈ വേദഗ്രന്ഥത്തിലുള്ള ഒരു അധ്യായത്തിന് സമാനമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. ഒരൊറ്റ അധ്യായം. ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു അധ്യായമാകട്ടെ കേവലം 3 വചനങ്ങൾ മാത്രമുള്ളതാണ്. ഇന്ന അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഖലാസ്, ഒരു സൂറത്ത് കഴിഞ്ഞു. ഇതുപോലെ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവന്നാൽ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഖുർആനിലെ ഒരു അധ്യായത്തിന് സമാനമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്, ഈ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒറ്റക്കാണ് നിങ്ങളെ ഇത് കേൾപ്പിച്ചത്. എന്നാൽ നിങ്ങൾ ഒറ്റക്ക് കൊണ്ടുവരണ്ട. വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ആരെയൊക്കെ വിളിക്കാൻ സാധിക്കും അവരൊക്കെ വിളിച്ചോളൂ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. ഈ കാലഘട്ടം ഇത്രയും പിന്നിട്ടതിന് ശേഷവും 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും മനുഷ്യർ അവരുടെ നിത്യജീവിതത്തിൽ പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കുകയും മതവിധികൾ പകർത്തിയെടുക്കുകയും വോള്യക്കണക്കിന് 30, 40, 50, 60, 70 വോള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുകയും വിശദീകരണങ്ങൾ നൽകപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും യൂണിവേഴ്സിറ്റികളിൽ വായിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ ആദ്യം മുതൽ അവസാനം വരെ മനഃപ്പാഠമാക്കുന്ന രൂപത്തിൽ ഗ്രന്ഥം ഇത് വന്നെത്തിയതാകട്ടെ നിരക്ഷരനായ ഒരാളിൽ നിന്നാണ്. അതാകട്ടെ വർഷങ്ങൾക്ക് മുൻപ്, 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഒരാൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ മറ്റെന്ത് ദൃഷ്ടാന്തമാണ്, മറ്റെന്ത് തെളിവാണ്, മറ്റെന്തു കാര്യമാണ് അവന് വിശ്വസിക്കാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഈ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന് അനേകം തെളിവുകളുണ്ട്. അതിൻ്റെ ഭാഷാഘടന അത്ഭുതകരമാണ്. ഖുർആനിൻ്റെ ഭാഷ നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമാണത്. നിങ്ങൾ ഖുർആൻ കേട്ടു നോക്കൂ. ഒരു മുസ്ലിം അല്ലാത്ത ഒരാളാകട്ടെ, ഒരു അറബി അറിയാത്ത ഒരാളാകട്ടെ, ഖുർആനിൽ ഏതെങ്കിലും ഒരു സൂറത്ത് നിങ്ങൾ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂറത്ത് നോക്കുക. ആ ഒരൊറ്റ സൂറത്ത് 10 ആളുകൾ പാരായണം ചെയ്യുന്ന രൂപം നോക്കൂ, എത്ര ഭംഗിയിലാണ്. 10 ആളുകളും അത് പാരായണം ചെയ്യുന്ന 10 രൂപത്തിലാണ്. അതിലെ വാക്കുകൾക്ക് വ്യത്യാസമില്ല, പക്ഷേ 10 പേരും അത് പാരായണം ചെയ്യുന്ന ശൈലി 10 രൂപത്തിലാണ്. പക്ഷെ അതിൻ്റെ ഭംഗി അവസാനിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയ സംഗീതജ്ഞർ, കവിതകൾ എഴുതുന്നവർ കവിത എഴുതിയാൽ അത് അതിൻ്റെ ഘടനയും പ്രാസവും ഒപ്പിച്ച് പാടിയിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവും, അത് കേൾക്കാൻ രസമുണ്ടാവുകയില്ല. പക്ഷെ ഖുർആൻ അത് കവിതയല്ല, എന്നാൽ അത് ഗദ്യമല്ല, നസറല്ല, ഒരു ലേഖനം എഴുതിയതുപോലെയല്ല. അറബികൾക്ക് ഇന്നുവരെ പരിചിതമല്ലാത്ത രൂപത്തിലാണ് അത് അവതരിച്ചത്. എന്നാൽ ആദ്യം മുതൽ അവസാനം വരെ ഒരേ ശൈലിയാണോ? അല്ല, വ്യത്യസ്ത ശൈലികളുണ്ട്. താക്കീതിൻ്റെ സ്വരമുണ്ട്, ആശ്വസിപ്പിക്കലുണ്ട്, സമാധാനപ്പെടുത്തലുണ്ട്, ചരിത്രമുണ്ട്, വിധിവിലക്കുകളുണ്ട്. ഇതാണ് ഖുർആനിൻ്റെ ശൈലി. നോക്കൂ നിങ്ങൾ, ഒരേ കാര്യമല്ല പറഞ്ഞത്. യുദ്ധത്തെക്കുറിച്ചുണ്ട്, സമാധാനത്തെക്കുറിച്ചുണ്ട്, കുടുംബബന്ധത്തെക്കുറിച്ചുണ്ട്, കടം വാങ്ങിയാൽ എന്തു ചെയ്യണമെന്ന് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പലപ്പോഴും ഈ സാധനങ്ങൾ വാങ്ങിച്ചാൽ ആൾക്കാർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടാകും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചാൽ ചിലപ്പോൾ മലയാളത്തിലാണ് നിങ്ങളത് വായിക്കുന്നതെങ്കിൽ മലയാളത്തിൽ വായിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് എന്തേ ഉദ്ദേശിച്ചതെന്ന്. കാരണം അതിൻ്റെ ഭാഷ വളരെ കടുകട്ടിയാണ്. കാരണം ഇത് കോടതിയിൽ കൊണ്ടുപോകാനുള്ള വ്യവഹാരത്തിന് ഉപയോഗിക്കുന്നതായതുകൊണ്ട്. പക്ഷെ ഖുർആൻ നോക്കൂ നിങ്ങൾ, കടത്തെക്കുറിച്ചുള്ള ആയത്താണ് ഖുർആൻ ഏറ്റവും വലിയ ആയത്ത്. ആയത്തുദ്ദീൻ, ഒരു പേജ് ഒന്നാകെ ആയത്താണ്. പക്ഷെ ആ ആയത്ത് ഓതുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം, ഭംഗിയിൽ എന്തെങ്കിലും ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. അനന്തരാവകാശ നിയമം വിവരിക്കുന്ന സൂറത്ത് നിസായിലെ ആയത്തുകൾ ഓതി നോക്കി, എത്ര രസകരമായ ആയത്തുകളാണത്. ഓതാൻ എന്ത് ഭംഗിയുള്ള ആയത്തുകളാണ്. ഇങ്ങനെ വിഷയങ്ങൾ, ചർച്ച ചെയ്ത വിഷയങ്ങൾ വളരെ വലുതാണ്. യുദ്ധം, സമാധാനം, രാഷ്ട്രതന്ത്രം, അതുപോലെ തന്നെ കുടുംബബന്ധം, ആരാധനകൾ, ചരിത്രം, മരണശേഷമുള്ള ജീവിതം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ, ശത്രുക്കൾക്കുള്ള മറുപടികൾ, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, ഫത്വകൾ, പ്രവചനങ്ങൾ, ദിക്റുകൾ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങളുണ്ട് ഖുർആനിൽ. ഖുർആനിലെ വിഷയങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ ഇതിന് മാത്രമുണ്ട്. പക്ഷെ ഇതെല്ലാം വളരെ അത്ഭുതകരമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുമിപ്പിച്ചിരിക്കുന്നു. ഇത് വന്നതാകട്ടെ, എന്നാലായിക്കോട്ടെ, ഈ പറഞ്ഞതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇരുന്ന് ആദ്യം മുതൽ അങ്ങ് തുടങ്ങാം, ഫാത്തിഹ മുതൽ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണോ? അല്ല. ഇതിലെ സൂറത്തുകൾ പലതും അവതരിപ്പിക്കപ്പെട്ടത് ഘട്ടങ്ങളായിക്കൊണ്ടാണ്. സൂറത്തിൻ്റെ ഒരു ഭാഗം കുറച്ച് ഇറങ്ങും, പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ആയത്ത് വരും, പിന്നെ അതിൻ്റെ അവസാനത്തിൽ കുറച്ച് ആയത്തുകൾ ചേർക്കും. എങ്ങനെയാണ് ഒരാൾക്ക് ഇതെല്ലാം മുൻപേ ഒരു കാലഘട്ടം മുൻപ് തന്നെ ഗണിച്ചുണ്ടാക്കി ഇത്ര സമയത്ത് ഇതൊക്കെ ഇറക്കണമെന്ന് പറയാൻ പറ്റുക? സൂറത്തുൽ ബഖറ എടുത്തു നോക്കൂ നിങ്ങൾ, ചരിത്ര വിവരണമുണ്ട്. അതിനിടയിൽ ചില സ്ഥലത്ത് കാണാം യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, അവർ മദ്യത്തെക്കുറിച്ച് ചോദിക്കുന്നു, അതിനുള്ള ഉത്തരം അതിനിടയിലുണ്ട്. ഇത് അവർ ചോദിച്ചപ്പോൾ ഇറങ്ങിയ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല ഇവർ നാളെ ഇത് ചോദിക്കുക, അപ്പോൾ ഒരു ആയത്തിറക്കുക.
അപ്പോൾ ഒരായത്ത് പറയാം. അങ്ങനെ അവിടത്തേക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട്. ഇത് ചരിത്രം പറയുന്നതിൻ്റെ ഇടയിൽ ചോദ്യം വരുന്നു, ഉത്തരം പറയുന്നു, നിസ്കാരം പറയുന്നു, ഹജ്ജ് പറയുന്നു, അതിനിടയിൽ തിന്മകൾ അതിന് പശ്ചാത്തപിക്കണം. ഇങ്ങനെ വിഷയങ്ങൾ വിവിധങ്ങളാണ്. ഖുർആൻ അതിൻ്റെ ഭാഷാഘടന മനോഹരമാണ് എന്നതിനോടൊപ്പം അതിലെ വിഷയങ്ങൾ വൈവിധ്യമുള്ളതാണ്. നിങ്ങൾക്കറിയാം, പലപ്പോഴും സാഹിത്യരചനകൾ ഭംഗി കൂടണമെങ്കിൽ അതിൽ കളവുകൾ കയറിക്കൂടണം. സാഹിത്യരചനയുടെ ശൈലി അതാണ്. എന്തെങ്കിലും ഒന്ന് കൂട്ടി പറയാതെ, കുറച്ചെന്തെങ്കിലും ഒന്ന് അധികമായി ചേർത്ത് പറയാതെ സാഹിത്യം അതിൻ്റെ ഭംഗിയിലേക്ക് എത്താൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. എന്തെങ്കിലും കൂടുതലുണ്ടായിരിക്കണം. യുദ്ധമാണെങ്കിൽ കൂട്ടി പറയും, ശത്രുതയാണെങ്കിൽ കൂട്ടി പറയും, ഇതൊക്കെ കുറച്ച് അധികരിപ്പിക്കും. പക്ഷെ ഖുർആൻ വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, ഖുർആനിലെ ആയത്തുകൾ, അതിലെ വാക്കുകൾ, വചനങ്ങൾ പരിപൂർണമായി സത്യമാണ്. സത്യമല്ലാത്ത, വസ്തുതയല്ലാത്തൊരു കാര്യം അതിലില്ല. കാലങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച പദങ്ങൾ സൂക്ഷ്മമാണ്. ഏതെങ്കിലും ഒരു പദം ഈ കാലഘട്ടത്തിൽ വായിക്കുന്ന ഒരാൾക്ക് നോക്കിയിട്ട് എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറഞ്ഞത്, ഇതെങ്ങനെ ശരിയാകും, ഇത് നമ്മൾ കണ്ടെത്തിയ വസ്തുതകൾക്ക് വിരുദ്ധമാണല്ലോ, പ്രപഞ്ചത്തിലെ വസ്തുതകൾക്ക് വിരുദ്ധമാണല്ലോ എന്ന് ഒരാൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആൻ ഉപമകളായി പ്രയോഗിച്ച കാര്യങ്ങൾ വരെ കൃത്യമാണ്. ഉപമകളായി പ്രയോഗിച്ചത് വരെ കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ല, പക്ഷേ സമുദ്രത്തെ വിവരിക്കുന്ന ആയത്തുകൾ ഖുർആൻ എടുത്തു നോക്കൂ നിങ്ങൾ. സമുദ്രത്തിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നതിനെ കുറിച്ചുള്ള ആയത്തുകൾ നോക്കൂ. സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇരുട്ടുകളെ കുറിച്ചുള്ള ആയത്തുകൾ നോക്കൂ. അവിടുത്തെ സമുദ്രം കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ല. ഖുർആൻ അതിൻ്റെ ആശയഭംഗിയുണ്ട്. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ അതിൻ്റെ വാക്കുകളിൽ കൃത്യമായ പ്രയോഗങ്ങൾ നടത്തുന്നു. ഇതിനെല്ലാം പുറമെ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്ന ആദർശം അത് ഏറ്റവും പരിപൂർണമാണ്. ആളുകൾ ചിലപ്പോൾ സാഹിത്യ ഭംഗി ഉൾപ്പെടുത്തി ചില കാര്യങ്ങൾ പറയും, ചില ആദർശങ്ങൾ പ്രചരിപ്പിക്കും, വലിയ ബുദ്ധിപരമായ കാര്യങ്ങളെന്ന് വിചാരിക്കും. ജനങ്ങളെ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ചില ആൾക്കാർ കൊണ്ടുവരും. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ചിലപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾ എന്തെങ്കിലും. ഉദാഹരണത്തിന് കമ്മ്യൂണിസവും മാർക്സിസവും വന്ന കാലഘട്ടങ്ങളിൽ വലിയൊരു വിഭാഗം മനുഷ്യരെ ഇത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊരു അത്ഭുതകരമായ, എത്ര സുന്ദരമായ, ഭൂമിയിൽ തന്നെ സ്വർഗമുണ്ടാക്കാൻ കഴിയുന്ന ഇത്ര നല്ല ആശയം. അന്ന് ചില ആളുകൾ അതിൻ്റെ പിറകിൽ കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഗ്രന്ഥത്തിലുള്ളത് ഒന്ന് നടപ്പിലാക്കുന്നതിനു വേണ്ടി ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും കാണപ്പെടാത്ത രൂപത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ടു. നിങ്ങൾ സ്റ്റാലിൻ്റെയും ലെനിൻ്റെയും ചരിത്രമൊന്നും എടുത്ത് വായിച്ചു നോക്കുക. അവർ മനുഷ്യരെ കൊന്നു തള്ളുന്നതിന് ന്യായമായി പറഞ്ഞ കാര്യങ്ങൾ എടുത്തു നോക്കുക. എന്തിനാ ഇവരിത് പറഞ്ഞു? എന്തിനാ കൊന്നു? വെറുതെ കൊന്നതാണോ? ഭരിക്കാൻ അറിയാത്തതുകൊണ്ട് കൊന്നുപോയതാണോ? അല്ല. അവർ പറഞ്ഞ് കമ്മ്യൂണിസം എന്ന് പറയും സോഷ്യലിസത്തിലേക്ക് എത്തിപ്പെടാനുള്ള, സർവരും സമത്വമായി എല്ലാ മനുഷ്യരും ധനികനെന്ന ദരിദ്രനെന്ന വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന ഒരു സമത്വസുന്ദരമായ സ്വർഗം ഭൂമിയിൽ ഉണ്ടാകണമെങ്കിൽ ഈ ത്യാഗങ്ങൾ സഹിക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഒരു ആദർശം നടപ്പിലാക്കാൻ വേണ്ടി മനുഷ്യർ കൊടുക്കേണ്ടി വന്ന വില എത്രയാണെന്ന് നോക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം അത് ക്ഷണിക്കുന്ന ആദർശം മനോഹരമാണ്, അതിലേക്കുള്ള വഴിയും മനോഹരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നോക്കൂ, ഉമറിൻ്റെ ചരിത്രം നോക്കൂ, ഉസ്മാനിൻ്റെ ചരിത്രം നോക്കൂ, അബൂബക്കർ സിദ്ദീഖിൻ്റെ ചരിത്രം അതിനു മുൻപ് നിങ്ങൾ നോക്കൂ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചരിത്രമാണ് അവർ മുന്നിൽ വെച്ചത്. ലോകത്തുള്ള സർവ്വ മനുഷ്യരും കൊതിക്കുന്ന, കാലങ്ങൾക്കിപ്പുറവും സമ്പൂർണ്ണ നീതി ഭൂമിയിൽ മനുഷ്യർക്ക് പലർക്കും. യൂഫ്രട്ടീസിൻ്റെ നദീതീരത്തൊരു ഒട്ടകം വെള്ളം കിട്ടാതെ മരിച്ചാൽ ഞാൻ അള്ളാഹുവിൻ്റെ മുൻപിൽ ഉത്തരം പറയേണ്ടി വരും എന്ന വാക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചരിത്ര ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നത്ര അത്ര ശക്തമായ വ്യത്യാസമുണ്ടായി. ഖുർആൻ എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയാണ് എന്നതിനുള്ള തെളിവാണ്. ഒരാൾക്കത് വായിച്ചാൽ ബോധ്യപ്പെടാതിരിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് അവലം യക്ഫിഹിം അന്ന അൻസൽന അലൈക്കൽ കിതാബ യുത്ല അലൈഹിം. അള്ളാഹു ചോദിക്കണം, അവലം യക്ഫിഹിം, അവർക്ക് മതിയാകുന്നില്ലേ? തെളിവായി അവർക്ക് മതിയാകുന്നില്ലേ? ഇസ്ലാം ശരിയാണെന്ന് ബോധ്യപ്പെടാൻ അവർക്ക് മതിയായതല്ലേ? അവലം യക്ഫിഹിം അന്ന അൻസൽന അലൈക്കൽ കിതാബ്, നബി അങ്ങേക്ക് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നു എന്നത് പോരെ? അവർക്ക് തെളിവായി വിശ്വസിക്കാനുള്ള മതിയായ ദൃഷ്ടാന്തം അവർക്ക് ഇത് മതിയില്ല, ഇത് മതിയാകുന്നതല്ലേ?